എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, അത്ര നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലായിരുന്നു എൻ്റെ. പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയും, തരികിടയിൽ കിടക്കുക എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കുകയായിരിക്കും നല്ലത് എൻ്റെ കാര്യത്തിൽ. പറയട്ടെ, വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ലോകത്ത് കാണുന്ന എല്ലാ ഒരുവിധപ്പെട്ട ലഹരികളും ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. എൻ്റെ കയ്യിൽ തന്നു എന്ന് പറയുന്നിടത്തു നിന്നാണ് എൻ്റെ ജീവിതത്തിൻ്റെ വലിയ മാറ്റം സംഭവിക്കും. അതിനേക്കാൾ ഭംഗി പറയാൻ, എൻ്റെ ഈശോ ഒരു വഴി ഒരുക്കി, വിശുദ്ധ അൽഫോൻസമ്മ വഴി. 2 അല്ല 3 അല്ല 4 അല്ല വർഷങ്ങളല്ല, 17 വർഷം കഴിഞ്ഞ് ദൈവം നിർത്തിയിരിക്കുന്നത് അത്ഭുതകരമായ ഒരു നടത്തിപ്പാണ്. എൻ്റെ കണ്ണ് നിറയാണ്ട് എനിക്കിത് പറയാൻ പറ്റില്ല. എൻ്റെ ചെറുപ്പം കാലം മുതലേ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, എൻ്റെ മമ്മി കണ്ണീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം എന്നും മഹത്വമെടുക്കുമാറാകട്ടെ. ലവിങ് ജീസസ് എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദരമായ സ്വാഗതം. നിങ്ങൾ പാർട്ട് 1 എൻ്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്താൽ അത് പൂർത്തിയാക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു. പാർട്ട് 2 ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് പോലെ തന്നെ എൻ്റെ ജീവിത സാക്ഷ്യം, അതായത് ഈശോയിലേക്ക് ഞാൻ വന്നത്, ഈശോ എന്നെ തെരഞ്ഞെടുത്ത ആ വലിയ അനുഗ്രഹിതമായിട്ടുള്ള ആ ദിവസങ്ങളെ പറ്റിയും ആ നിമിഷങ്ങളെ പറ്റിയും പറയാനാണ് ഈ പാർട്ട് 2 ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു. എന്നെ അറിയാവുന്ന, അല്ലെങ്കിൽ എൻ്റെ വചനങ്ങളും എൻ്റെ വീഡിയോകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ വലിയ കൃപയുള്ളൊരു മനുഷ്യനാണ്, വലിയ അനുഗ്രഹീതനാണ്. എന്നെ ഒരുപാട് പുകഴ്ത്തി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, അത്ര നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഈശോയിൽ അറിയുന്നത് വരെ എനിക്കുണ്ടായിരുന്നത്. വളരെ കുഞ്ഞുനാളിൽ മുതൽ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ഷോർട്ട് കട്ട് കണ്ടെത്താൻ ശ്രമിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അതായത് അധ്വാനിക്കാണ്ട് അങ്ങോട്ട് കിടക്കുക. അതായത് പഠിക്കണ കാലഘട്ടമാണെങ്കിൽ അത് പഠിച്ച് അതെടുത്ത് അതിലേക്ക് കിടക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറം എങ്ങനെയെങ്കിലും തട്ടിയും തരികിടയൊക്കെ ആയിട്ടാണ് കിടക്കുക. പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയും, തരികിടയിൽ കിടക്കുക എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കുകയായിരിക്കും നല്ലത് എൻ്റെ കാര്യത്തിൽ. എല്ലാ കാര്യങ്ങളും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ അങ്ങോട്ട് കടന്നു പോകുക എന്നുള്ളതായിരുന്നു. 10ാം ക്ലാസ് എത്തിയപ്പോഴേ ആ അഡ്ജസ്റ്റ്മെൻറ്റ് നടന്നില്ല. 10ാം ക്ലാസ്സിന് എനിക്ക് സെക്കൻഡ് ഇയർ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഫസ്റ്റ് ഇയർ ഉള്ള പോലെ എനിക്ക് സെക്കൻഡ് ഇയറും ഉണ്ടായിരുന്നു. അതായത് 10ാം ക്ലാസ് ഫസ്റ്റ് ഇയർ ഞാൻ തോറ്റു എന്ന് പറയായിരിക്കും ഏറ്റവും ഭംഗിയുള്ള വാക്യം. അവിടെ എൻ്റെ ഒരു തരികടി നടന്നില്ല. പിന്നീട് സെക്കൻഡ് ഇയറിലാണ് പഠിച്ചെടുത്ത് അത് പാസ്സായത്. അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു എൻ്റെ പോയിക്കൊണ്ടിരുന്നിരുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് +1 +2 പഠിച്ചു. +2ലും എനിക്ക് മനസ്സിലായി കറക്റ്റായിട്ട് പാസ്സാവാൻ സാധ്യതയില്ല എന്ന് കണ്ടപ്പോൾ അവിടെ ഞാനൊരു ഷോർട്ട് കട്ട് പ്രയോഗിച്ചു. തമിഴ്നാട്ടിൽ പോയിട്ടാണ് +2 പഠിച്ചെടുത്തതും അവിടുന്ന് സിമ്പിളായിട്ട് ജയിക്കാമെന്ന് കണ്ടപ്പോൾ അവിടെ പോയിട്ടാണ് അത് പാസ്സായതും. പിന്നീട് അവിടെ നിന്ന് ഡിപ്ലോമ അതുപോലെയുള്ള മറ്റ് കോഴ്സുകളിലേക്കൊക്കെ ഞാൻ പുറത്തായിരുന്നു പഠിച്ചിരുന്നത്. കോയമ്പത്തൂരും അതുപോലെ ബാംഗ്ലൂരും ഒക്കെ ആയിട്ടാണ് പഠിച്ചിരുന്നത്. വളരെ ചെറുപ്പം മുതലേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാശുണ്ടാക്കണം, എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം, സാമ്പത്തികമായിട്ട് എപ്പോഴും മുന്നിൽ നിൽക്കണം, ഏത് വഴിക്കോ എങ്ങനെയൊന്നും അറിയേണ്ട കാര്യമില്ല, എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം എന്നുള്ള ഒരു വലിയ ചിന്ത. അതായത് നല്ല രീതിയിലോ ചീത്ത രീതിയിലോ എങ്ങനെയായാലും വേണ്ടില്ല, കാശുണ്ടാക്കണം ഇതുള്ള ഒരു മൈൻഡും എൻ്റെ ഉള്ളിൽ കടന്നിരുന്നു. ഞാൻ അതുപോലെ തന്നെ പഠിക്കാൻ പോയ സ്ഥലങ്ങളിലൊക്കെ അവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ബിസിനസ്സുകൾ തുടങ്ങി. ആ കോളേജിലെ അഡ്മിഷനുകൾ എടുത്ത് ചെയ്യാൻ തുടങ്ങി. പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൽ തന്നെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയുള്ള ഇടപാടൊക്കെ ചെയ്ത് അത്യാവശ്യം സാമ്പത്തികമായിട്ടുള്ള വരുമാന മാർഗം ഞാൻ കണ്ടെത്തിക്കൊണ്ടിരുന്നിരുന്നു. സാമ്പത്തികമായിട്ട് അത്യാവശ്യം വരുമാനം വരികയും ആ ഒരു പ്രായവും പ്രത്യേകിച്ച് ഞാൻ നിൽക്കുന്ന ആ രാജ്യവും ആ സ്ഥലവും എല്ലാം കൊണ്ടും ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ദുഷിച്ച ജീവിതം നയിക്കാൻ പറ്റിയ സന്ദർഭം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. പറയട്ടെ, വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ലോകത്ത് കാണുന്ന എല്ലാ ഒരുവിധപ്പെട്ട ലഹരികളും ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. എന്തൊക്കെ മേഖലകളുണ്ടോ, മദ്യപാനം ആയിക്കോട്ടെ, മറ്റെല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ സ്റ്റെപ്പ് വെച്ചായി കടന്നു തുടങ്ങി. അതിന് എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാർ അത് നയിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആ ജീവിതം, ലോകത്തിൻ്റെ എല്ലാ അടിപൊളി ജീവിതത്തിലേക്കും ഞാൻ കടന്നു തന്നു. ഞാൻ എൻ്റെ തിരുവചന ഭാഗങ്ങളിലൊക്കെ പറയാറുണ്ട്, എൻ്റെ ഈശോയിലേക്ക് ഞാൻ കടന്നു വന്നത് ഒരിക്കലും ഒരു പ്രത്യേക പ്രതികൂല സാധ്യത ഉണ്ടായിട്ടോ, ഒരു അസുഖം ഉണ്ടായിട്ടോ, ഒരു പ്രശ്നം ഉണ്ടായിട്ടോ അല്ലായിരുന്നു. ഈശോ എന്നെ തെരഞ്ഞെടുക്കുകയായിരുന്നു. ഞാൻ എപ്പോഴും ഉപയോഗിക്കാനുള്ള പ്രധാന, കത്തുന്ന തീയിൽ നിന്ന് ഊരിയെടുക്കുന്ന ഒരു വിറകുകൊള്ളി ഇല്ലേ, കണ്ടിട്ടില്ലേ? ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക തീ മുഴുവൻ, അതിനുള്ളിൽ വിറക് അങ്ങ് ഊരിങ്ങ് എടുക്കും, അതിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടിരും. അതേപോലെ
ചേറ്റിൽ നിന്നും ചെളിയിൽ നിന്നും എന്നെ കർത്താവ് ഊരി എടുത്ത് കൊടുന്ന് നിർത്തിയതാണ് ഈ ജീവിതം. അതുകൊണ്ട് ആ ഫോൺ വിളിച്ച ആളടുത്ത് ഞാൻ പറഞ്ഞു, ഒരിക്കലും എൻ്റെ കഴിവല്ലായിരുന്നു, ഈശോയുടെ ഒറ്റ കരുണയായിരുന്നു എന്നെ നിർത്തിയത്. ഞാൻ ഈ മദ്യപാനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത്, ഈ തുടക്ക സമയത്തിൽ ഈ ആൽക്കഹോളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് എൻ്റെ ഒരു വേറൊരു സുഹൃത്ത് മുഖാന്തരമാണ്. ആ സുഹൃത്താണ് എനിക്ക് അതിൻ്റെ വേണ്ട ബാലപാഠങ്ങളൊക്കെ പഠിപ്പിച്ച് തന്നത്, അതിലേക്ക് മെല്ലെ കൊണ്ടുവന്നത്. ഇതിൻ്റെ ഇടയിൽ വെച്ച് കർത്താവ് അവനെ പിടിച്ചു, അവനെ ഈശോയിലേക്ക് കൊണ്ടുവരാൻ ഇടയായി. അതിനുശേഷം അവൻ്റെ ടാർഗറ്റ്, അവൻ കാരണം നശിച്ചിട്ടുള്ള, അവൻ കാരണം മദ്യപാനത്തിലേക്ക് പോയിട്ടുള്ള ആളുകളെ കണ്ടെത്തി പിടിച്ചെടുത്ത് അവനെ ഈശോയെ കൊടുക്കുക എന്നുള്ളതായിരുന്നു അവൻ്റെ ടാർഗറ്റ്. അവൻ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തു. ഒരു ട്രൈയിലും നമ്മൾ കുടുങ്ങിയില്ല, നമ്മളതിലേക്കൊന്നും സമ്മതം കൊടുത്തില്ല. യാദൃശികമായിട്ട് ഒരു ദിവസം, ഏകദേശം എൻ്റെ ഒരു 21-ാം വയസ്സിലാണ്, യാദൃശികമായിട്ട് അവൻ എന്നെ ഒരു സ്ഥലത്തേക്ക് ഡ്രോപ്പ് ചെയ്യാനായിട്ട് അവൻ സഹായം ആവശ്യപ്പെട്ടു. ഞാൻ അവനെ അവിടെ ഒരു സിസ്റ്റേഴ്സിൻ്റെ മഠത്തിൽ കൊണ്ടാക്കി കൊടുത്തു. അവിടെ കണ്ട ഒരു 2 സിസ്റ്റേഴ്സിനെ എനിക്ക് അവൻ പരിചയപ്പെടുത്തി തന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു സിസ്റ്റർമാരനെ, സിസ്റ്റർ റോസ്ലീന, സിസ്റ്റർ സച്ചിത. ഈ സിസ്റ്റർമാർ പ്രത്യേകിച്ച് എനിക്കൊരു കൗൺസിലിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല. സിസ്റ്റർമാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മാക്സിമം പോയ ഒരു 5 മിനിറ്റ് നേരമാണ് ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അത്രേ അവിടെ നടന്നിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. അന്ന് രാവിലെ ആയിരുന്നു ഇത് സംഭവിച്ചത്. അന്ന് രാത്രി, അതിൻ്റെ തലേദിവസം ഒരു വിവാഹ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ടിട്ട് അത്യാവശ്യം ലഹരിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞത് കൊണ്ടും ഉറക്കം ശരിയാവാത്തത് കൊണ്ടും അന്ന് രാവിലെ ഇത് കഴിഞ്ഞുകൊണ്ട് പോയി ഞാൻ കിടന്ന് ഉറങ്ങി. ഉറങ്ങി ഞാൻ എണീറ്റ് വൈകിട്ട് ഇവൻ്റെ കോള് വീണ്ടും എനിക്ക് വരികയാണ്. എൻ്റെ സുഹൃത്ത് എന്ന നിലയിൽ അവൻ വിളിച്ചപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയി. അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ്റെ വീടിൻ്റെ അകത്ത് ഒരു പ്രാർത്ഥിക്കാനായിട്ട് ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ഈശോയുടെ രൂപവും പരിശുദ്ധ അമ്മയുടെ രൂപവും അങ്ങനെ എല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രാർത്ഥന മുറി. ഈ മുറിയുടെ അകത്തേക്ക് അവൻ എന്നെ കൊണ്ടുപോയി. അവൻ എനിക്ക് ഒരു സിസ്റ്ററുടെ ഒരു ഫോട്ടോ, ഒരു കന്യാസ്ത്രീയുടെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിൽ തന്നു. എൻ്റെ കയ്യിൽ തന്നു എന്ന് പറയുന്നിടത്തു നിന്നാണ് എൻ്റെ ജീവിതത്തിൻ്റെ വലിയ മാറ്റം സംഭവിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളർന്നു വന്ന ആത്മീയ മേഖലയിൽ ഞാൻ ഇങ്ങനെ ഒരു സിസ്റ്ററുടെ ഫോട്ടോ കണ്ടിട്ടില്ല. ഇതാരാന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിലെ വലിയ ഒരു വഴിത്തിരിവിന് ആ ഫോട്ടോ കാരണമായി. അതിനേക്കാൾ ഭംഗി പറയാൻ, എൻ്റെ ഈശോ ഒരു വഴി ഒരുക്കി, വിശുദ്ധ അൽഫോൺസമ്മ വഴി. ഞാൻ ഇപ്പോഴും എൻ്റെ ജീവിതത്തിലെ വിശ്വാസത്തേക്ക് കടന്നു വരാൻ ഒരു പ്രത്യേകതരം പവർ എൻ്റെ ശരീരത്തിൽ അനുഭവിച്ച ആ നിമിഷം, ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴും ആ പവർ എൻ്റെ ശരീരത്തിനുള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ കൈകളിൽ ഒരു പ്രത്യേകതരം പവർ, ഒരു ശക്തി എൻ്റെ ശരീരത്തിലേക്ക് കടന്നു വന്നു. എൻ്റെ ജീവിതം ആകെ മാറ്റപ്പെട്ടു. ഇന്നേക്ക് 17 വർഷം തികയാണ്. 17 വർഷം മുന്നേ ഒരു ജൂലൈ മാസത്തിൽ ഏകദേശം 20-25 ഈ ദിവസങ്ങളിലുള്ളിൽ ഒരു ദിവസമായിരുന്നു, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ആ ഒരു ദിവസം എൻ്റെ ജീവിതത്തിലേക്ക് ഒരു വിശുദ്ധിയിലൂടെ, വിശുദ്ധ അൽഫോൺസമ്മയിലൂടെ എൻ്റെ ഈശോയുടെ അതിരറ്റ വലിയ സ്നേഹത്തിലേക്ക് എന്നെ പ്രവേശിപ്പിച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരു കൂടുതലായി മദ്യപിക്കുകയും ആൽക്കഹോള് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള വ്യക്തികൾ പെട്ടെന്നൊന്നും അവർക്ക് നിർത്തി പോരാൻ പറ്റില്ല. അവർക്ക് വിഡ്രോവൽസ് ഉണ്ടാവും, പലതരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ടാവും. അവർ ആ പ്രശ്നത്തിൽ നിന്ന് ഊരിപ്പോരണമെങ്കിൽ കുറച്ചധികം വേർക്കേണ്ടതുണ്ട്. എൻ്റെ ജീവിതത്തിൽ അന്ന് ആ സെക്കൻഡിൽ തീർന്നതാണ്. കർത്താവിൻ്റെ അത്ഭുതകരമായ ഒരു ഇടപെടൽ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. എന്നെ ആ കാലഘട്ടങ്ങളിൽ അറിയുന്നവർക്ക് അതൊരു വലിയ അത്ഭുതമായിരുന്നു. അനൂജ് അങ്ങനെ ആവില്ല, അതൊക്കെ അവൻ്റെ നമ്പറാണ്, അതവൻ്റെ പുതിയ ടെക്നിക്കാണ്, അതവൻ്റെ പുതിയ ബിസിനസ് ഐഡിയ, അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. ഞാൻ തിരിച്ച് കോയമ്പത്തൂർ പോയി. ഈ ഒരു അനുഭവം അന്ന് രാത്രി എൻ്റെ ഉറക്കം കളഞ്ഞു. എൻ്റെ ജീവിതത്തിലെ എന്താണ് സംഭവിക്കണതെന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ ബുദ്ധി ഉണ്ടായില്ല. ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം അന്ന് രാത്രി കോയമ്പത്തൂർ ഞാൻ എത്തി.
എൻ്റെ പതിവ് പരിപാടികളിലേക്ക് കടക്കും എന്ന് കാത്തിരിക്കുന്ന എൻ്റെ ഫ്രണ്ട് സർക്കിള്, അന്ന് ഒന്നും സംഭവിച്ചില്ല. അന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലെ സ്ഥിരമായി നടന്നുകൊണ്ടിരുന്ന ഒരു കലാപരിപാടികളിലേക്കും ഞാൻ കടന്നുപോയില്ല. ഞാൻ തന്നെ വിശ്വസിച്ചില്ല. ഞാൻ വിചാരിച്ചു 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ ആവും. 2 അല്ല, 3 അല്ല, 4 അല്ല, വർഷങ്ങളല്ല, 17 വർഷം കഴിഞ്ഞ് ദൈവം നിർത്തിയിരിക്കുന്നത് അത്ഭുതകരമായ ഒരു നടത്തിപ്പാണ്. എൻ്റെ കണ്ണ് നിറയാണ്ട് എനിക്കിത് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ ജീവിതം അത്രത്തോളം മോശപ്പെട്ട ഒരു ജീവിതമായിരുന്നു. ഇന്ന് കാണുന്ന ദൈവത്തിൻ്റെ വലിയ കരുണ, ഒരൊറ്റ കരുണ മാത്രമാണ് എന്നെ ദൈവം തിരഞ്ഞെടുത്തത്. അതിനൊക്കെ പുറമെ എൻ്റെ ചെറുപ്പം കാലം മുതലേ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, എൻ്റെ മമ്മി കണ്ണീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ മമ്മിയുടെ പ്രാർത്ഥനയാവാം. നിങ്ങളുടെ മക്കൾ ഒരുപക്ഷെ മോശപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാരാവാം, പ്രതികൂല സാഹചര്യത്തിൽ ജീവിക്കുന്ന വ്യക്തികളാവാം. നിങ്ങൾ വിചാരിക്കും അവർ നഷ്ടപ്പെട്ടു എന്നുള്ളത്. പക്ഷെ നിങ്ങളുടെ കണ്ണുനീര് വെറുതെയാവില്ല. എൻ്റെ മമ്മിയുടെ കണ്ണുനീരും വെറുതെയായില്ല. കർത്താവിൻ്റെ വലിയ കൃപ വ്യാപരിച്ച് ആ ചെളിയിൽ നിന്ന് ഊറ്റിയെടുത്ത് ദൈവം നല്ലതാക്കി മാറ്റി. ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ വലിയ സ്നേഹം നിങ്ങളുടെ കാര്യത്തിലും പരിപാലിക്കുക തന്നെ ചെയ്യും. എൻ്റെ ശരീരത്തിൽ ഇന്നും ദൈവത്തിൻ്റെ ഇടപെടലുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ലോകത്തേക്ക് തിരിച്ചു പോകാൻ അവസരങ്ങളുണ്ടായിരുന്നു. ഞാൻ കർത്താവിൽ കടന്നു വന്നതിന് ശേഷം ഈശോയെ കൂടുതൽ അറിയാനായിട്ട് ഓടി നടന്നു. കാരണം എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞേ പറ്റൂ. എന്താണ് ഈ പവർ? അങ്ങനെ എളുപ്പം കൊണ്ടൊന്നും ഒരു പിടി കൊടുക്കുന്ന ഒരാളല്ല ഞാൻ. ഈ ശക്തി എന്താണെന്ന് അറിയാൻ വേണ്ടി ലോകത്തുള്ള എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും ഞാൻ ധ്യാനം കൂടി. ആ കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിയാനായിട്ട് ഞാൻ എല്ലായിടത്തും ഓടി നടന്നു. ഓടും തോറും ആ സ്നേഹത്തിനെ പറ്റി അറിയാൻ കൂടുതലായിട്ട് അനുഗ്രഹിക്കപ്പെടുന്ന ദിവസങ്ങളും നിമിഷങ്ങളും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. അത് അഭിഷേകത്തിൻ്റെ മേൽ കൃപയ്ക്ക് മേൽ കൃപയായി എൻ്റെ ജീവിതത്തിൽ വ്യാപരിച്ചു കൊണ്ടേയിരുന്നു. കർത്താവിൻ്റെ സ്നേഹത്തിൽ ജീവിച്ചു തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നീട് എനിക്ക് സാമ്പത്തികമായി വലിയ പ്രതിസന്ധി കടന്നു വന്നു. ജീവിതത്തിലെ എല്ലാം തിരിച്ചു പോകാൻ ജീവിതത്തിലെ അവസരങ്ങൾ വന്നു. മ്ലേച്ഛപ്പെട്ട ആ പഴയ ജീവിതത്തേക്ക് തിരിച്ചു പോകാൻ അവസരങ്ങൾ വീണ്ടും കടന്നു വന്നു. കാരണം ഒന്നുമില്ലാത്ത അവസ്ഥയ്ക്ക് ഞാൻ വീണ്ടും വന്നു. ഈ യോബിനെ പോലെ എല്ലാം നഷ്ടപ്പെട്ട്, എൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ട് തകർന്ന അവസ്ഥകൾ വന്നപ്പോഴും ലോകത്തേക്ക് തിരിഞ്ഞു പോകാൻ എൻ്റെ ദൈവം എന്നെ അനുവദിച്ചില്ല. അവിടെ എന്നെ പരിപാലിച്ചത് എൻ്റെ കഴിവല്ലായിരുന്നു, കർത്താവിൻ്റെ കൃപ ഒന്ന് മാത്രമായിരുന്നു. ആ വലിയ കൃപയാലാണ് ഞാൻ നിലനിന്നത്. എന്തുകൊണ്ടും എനിക്ക് പറയാം 100% എൻ്റെ ഈശോ എന്നെ കരുതിക്കൊണ്ടാണെന്ന്. ദൈവത്തിൻ്റെ വലിയ കരുണ ഞാൻ എൻ്റെ കുടുംബവും ഒക്കെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിനിടയിൽ എനിക്ക് വിവാഹം നടന്നു, അതുപോലെ അത്ഭുതകരമായ പല കാര്യങ്ങളും നടന്നു. 1ാമത്തെ പാട്ടിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ആ സാക്ഷ്യങ്ങൾ. അങ്ങനെ നിരവധിയായ സാക്ഷ്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഞാൻ വളരെ ചെറുതാക്കിയാണ് എൻ്റെ ആ കർത്താവ് തിരഞ്ഞെടുത്ത ആ വലിയ അനുഗ്രഹിക്കപ്പെട്ട ആ സമയത്തെ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇനിയും ഒരുപാട് സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ പേജിൽ ഇനി ഒരുപാട് ഇതുപോലെ തീ ജ്വലിക്കുന്ന സാക്ഷ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വലിയ ആഗ്രഹമുണ്ട്. നിങ്ങൾ ഈ കൂട്ടത്തിൽ ഞങ്ങളോട് ചേരുമല്ലോ. പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കുകയും ചെയ്യണം. ആമേൻ.